ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ ഹരിയാന സ്വദേശി ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് BJP. ടൂറിസം പരിപാടിയിലേക്ക് ക്ഷണിച്ചത് എന്തുകൊണ്ടെന്ന് വ്യക്തമാക്കണമെന്നാണ് BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആവശ്യപ്പെട്ടത്. നല്ല ഉദ്ദേശത്തോടെയാണ് ക്ഷണിച്ചതെന്ന് സർക്കാർ പറയുമ്പോഴും ജ്യോതി മൽഹോത്രയെ തെരഞ്ഞെടുത്തത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന ചോദ്യവും ഒരു ഭാഗത്തു നിന്നും ഉയരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം പരിപാടികളിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതി മൽഹോത്രയെ സർക്കാർ ഔദ്യോഗികമായി ക്ഷണിച്ചത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നത്. ഐഷത്തുൽ ഷംന ചേരുന്നു. ഷംന, BJP ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. നമുക്കറിയാം, ഈ പാകിസ്ഥാൻ ചാരയാണ് ജ്യോതി മൽഹോത്ര എന്ന തരത്തിലുള്ള അന്വേഷണ സംഘത്തിൻ്റെ നിഗമനങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് എമ്പാടും നടക്കുന്ന അന്വേഷണവുമുണ്ട്. ഇതിനിടയിലാണ് ഇവരുടെ കേരള സന്ദർശനം കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നത്. എന്താണ് BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കം? ഒപ്പം സർക്കാർ വിശദീകരണത്തിൽ വ്യക്തതക്കുറവുള്ളത് എവിടെയാണ്? സജിത്ത്, വിഷയം എന്തായാലും ഒരു രാഷ്ട്രീയ വിവാദമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ BJP. അതായത് 2024 ജനുവരി മുതലായിരുന്നു ജ്യോതി കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ജ്യോതി കേരളത്തിലെത്തിയത്. ഇതിനായി അങ്ങോട്ട് പണം നൽകിയിട്ടാണ് ഈ ടൂറിസം വകുപ്പ് പ്രമോഷനുമായി ബന്ധപ്പെട്ട് ജ്യോതിക്ക് അങ്ങോട്ടായിരുന്നു പണം നൽകിയിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ പണം നൽകി കൊണ്ടുവന്നത് ഒരു ചാരയായിരുന്നു, പാകിസ്ഥാൻ ചാരയായിരുന്നു. എന്ത് അടിസ്ഥാനത്തിന്റെ പേരിലാണ് ഇത്തരക്കാരെ ഈ പ്രമോഷൻ പേരിൽ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് എന്നാണ് ഇപ്പോൾ BJP ചോദിക്കുന്നത്. അതായത് ഇൻഫ്ലുവൻസേഴ്സിനെ പല സംസ്ഥാനങ്ങളും, കേരളം മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ ടൂറിസം വകുപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ളവരെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാറുണ്ട്. പക്ഷേ അതിനെന്ത് അടിസ്ഥാനമാണ്? ഇത്തരത്തിൽ 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് എന്നത് മാത്രമാണോ ഇങ്ങനെ ഒരാളെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും പ്രത്യേക ക്ഷണപ്രകാരം കൊണ്ടുവരാനുള്ള അടിസ്ഥാനം എന്നാണ് BJP ചോദിക്കുന്നത്. മാത്രവുമല്ല, ഇവർ 2024 ജനുവരി മുതൽ 2025 മെയ് വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പലതവണ ഇവർ സംസ്ഥാനത്ത് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ ചോർത്തി നൽകിയിട്ടുണ്ടാകുമെന്നൊക്കെ ആരോപണമുണ്ട്. ഒപ്പം തന്നെ കൃത്യമായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു മറുപടി, അതിലൊരു വ്യക്തത കുറവുണ്ട്. അതിലൊരു മറുപടി തൃപ്തികരമല്ല എന്നുകൂടി ഒരു ആരോപണമുണ്ട്. കാരണം ഇന്നലെ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എന്തുദ്ദേശത്തോടെയാണ്, സദുദ്ദേശത്തോടു കൂടി തന്നെയാണ് കൊണ്ടുവന്നത്, മനഃപൂർവ്വം വാർത്തയാക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ ചാരപ്രവൃത്തി നടത്തുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടൊന്നും അല്ലല്ലോ സംസ്ഥാന സർക്കാർ ഇങ്ങനെ കൊണ്ടുവന്നത് എന്നൊക്കെയായിരുന്നു മുഹമ്മദ് റിയാസ് പ്രതികരിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് അടിസ്ഥാനത്തിൽ ചാരപ്രവൃത്തി നടത്തുന്ന ആളാണെന്ന് സംസ്ഥാന സർക്കാരിന് അറിയില്ലായിരുന്നുവെങ്കിൽ പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ, എന്ത് മാനദണ്ഡം വെച്ചിട്ടാണ് ഇവരെ ഇത്തരത്തിലുള്ള ഒരു അതിഥിയായി സംസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെ വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ BJPയുടെ ആവശ്യം. ഒപ്പം തന്നെ ഇത് വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നതാണ് സാഹചര്യം. അതായത് ഈ നേരത്തെ തന്നെ നിരവധി പേര് ചാരപ്രവർത്തികളുമായി ബന്ധപ്പെട്ട് നിരവധി പേര് രാജ്യത്തെമ്പാടും അറസ്റ്റിലായിരുന്നു. ഇത് സംസ്ഥാന സർക്കാർ കൂടി ഇതിന് കൂട്ടുനിന്നു എന്ന തരത്തിലൊക്കെയാണ് BJP ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത്. സജിത്, അതാണ് സാഹചര്യം. ഇതിൽ ഈ ജ്യോതി മൽഹോത്രയുടെ കേരള സന്ദർശനം രാഷ്ട്രീയ വിവാദമാകുമ്പോൾ ഇതിൽ BJP നടത്തുന്ന രാഷ്ട്രീയ നീക്കം സംസ്ഥാന സർക്കാരിനെതിരെയാണ്. എങ്ങനെ ജ്യോതി മൽഹോത്ര എങ്ങനെ ഇത് വന്നു എന്ന ചോദ്യം കൂടിയാണ് ഉന്നയിക്കപ്പെടുന്നത്. സന്ദീപ് വചസ്പതി, BJP നേതാവ്, നമുക്കൊപ്പം ചേരുന്നു. സന്ദീപ്, ഈ വിഷയത്തിൽ ജ്യോതി മൽഹോത്ര എങ്ങനെ വന്നു എന്ന കാര്യത്തിൽ ഇന്നലെ സംസ്ഥാന സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചത് ഇവർക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എന്നത് അറിയാതെയാണ് വിളിച്ചത്, അത് സ്വാഭാവിക നടപടി എന്നതാണ്. പക്ഷേ എന്ത് മാനദണ്ഡമാണ് ഇതിനുണ്ടായിരുന്നത് എന്ന മറ്റൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സ്വാഭാവികമായും സർക്കാർ ഇതിൽ കൂടുതൽ വിശദീകരണം നൽകേണ്ടതുണ്ടോ? വേണമല്ലോ. കാരണം ഇത് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് BJP ഉന്നയിച്ച ഒരു വിഷയമാണ്. രണ്ടാമത്തെ പ്രശ്നം, ഇതിങ്ങനെ വരുമ്പോ ടൂറിസം മന്ത്രിക്ക് എങ്ങനെയാണ് നിരുത്തരവാദപരമായി ഇങ്ങനെ കൈ കഴുകാൻ പറ്റുന്നത്? കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ ഇതിന്റെ പിന്നിൽ ചാരപ്രവർത്തനം നടത്താൻ കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ആരോപണമൊന്നുമല്ല BJP പറയുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവാദിത്വമില്ലേ? ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയെ പറ്റി പുറം നാടുകളിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വിളിച്ചു വരുത്തുന്ന ഒരാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അയാളുടെ ഈ മേഖലയിലെ എക്സ്പെർട്ടൈസ് എന്താണ് എന്നെങ്കിലും സാധാരണഗതിയിൽ അടിസ്ഥാനപരമായ ഒരു പഠനം നടത്താതെയാണോ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള കരാറിൽ ഏർപ്പെടുന്നതെന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയണ്ടേ? ഇത് മുഹമ്മദ് റിയാസിന് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? മുഹമ്മദ് റിയാസ് ഒരു സ്ത്രീയുടെ യൂട്യൂബ് പ്രകടനം കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉടൻ കേരള സർക്കാരിന്റെ ഓർഡർ കൊടുക്കുന്നു. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഹമ്മദ് റിയാസിന്റെ ഇഷ്ടമാണോ കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടത്?
റിയാസിന് ആ സ്ത്രീയെ കണ്ട് ഇഷ്ടം തോന്നി ഉടനെ തന്നെ അവർക്ക് കേരളത്തിന്റെ ടൂറിസം പ്രൊമോഷന്റെ ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കാൻ ഇത് റിയാസിന്റെ കുടുംബസ്വത്തൊന്നുമല്ലല്ലോ കേരളത്തിന്റെ പൊതുസമൂഹം എന്നുള്ളത്. അത് റിയാസിന്റെ കുടുംബത്തിലെ കാര്യം ചെയ്തോട്ടെ. BJP ഉന്നയിക്കുന്ന ഈ പ്രശ്നം ഇത് മാത്രമേ ഉള്ളൂ. ഒരു കേരളത്തിന്റെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും അവർ പോയി. ഏഴിമല നാവിക അക്കാദമിയിൽ അടക്കം അവർ ചെന്നു എന്നാണ് പറയുന്നത്. എന്താണ് കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ ഏഴിമല നാവിക അക്കാദമിയുടെ സ്ഥാനം? ഏഴിമല നാവിക അക്കാദമിയെ വെച്ചുകൊണ്ടാണോ കേരളത്തിന്റെ ടൂറിസം വകുപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത്? മനസ്സിലാകുന്നില്ല. അപ്പൊ ഇത്തരത്തിൽ നിരവധി പോരായ്മകളും വീഴ്ചകളും ഉണ്ടായിട്ടുണ്ട്. അത് ലാഘവ ബുദ്ധിയോടുകൂടി ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ മുഹമ്മദ് റിയാസിനെ പ്രതികരിക്കാനൊന്നും പറ്റില്ല. മുഹമ്മദ് റിയാസിന് അത് വിശദീകരണം തന്നേ മതിയാകൂ എന്നത് തന്നെയാണ് BJPയുടെ നിലപാട്. ഓക്കെ, ഇതിൽ ഈ ജ്യോതി മൽഹോത്രയ്ക്ക് നേരത്തെ RSS നേതൃത്വവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ആക്ഷേപം കൂടി മുമ്പുണ്ടായിരുന്നു എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഇത് ആക്ഷേപം ഉന്നയിച്ചത് അല്ല, മുമ്പ് കോൺഗ്രസ് അടക്കം ഈ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. ഈ കോൺഗ്രസ് ഉന്നയിച്ചത് കൊണ്ടോ ജ്യോതി മൽഹോത്ര അവകാശപ്പെട്ടത് കൊണ്ടോ ആവില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞോ ജ്യോതി മൽഹോത്രയ്ക്ക് ശരി, നിങ്ങൾ പറഞ്ഞ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ ജ്യോതി മൽഹോത്രയ്ക്ക് RSS ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ കേരളത്തിന്റെ ടൂറിസത്തിന്റെ പരിപാടി ഏൽപ്പിച്ചു കൊടുക്കാൻ BJP ആവശ്യപ്പെട്ടോ? വെറുതെ എന്തെങ്കിലും സമീകരിക്കാൻ വേണ്ടി വായി തോന്നിയത് വിളിച്ചു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താ ഇതിനകത്തൊക്കെ മെറിറ്റുള്ളത്? അങ്ങനെയാണെന്ന് ഈ നാട്ടിൽ തട്ടിപ്പ് നടത്തുന്നവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം എന്താ? എനിക്ക് അവരുമായി ബന്ധമുണ്ട്, ഇവരുമായി ബന്ധമുണ്ട്, പ്രധാനമന്ത്രി എന്റെ അളിയനാണ്, മുഖ്യമന്ത്രി കുഞ്ഞമ്മയുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞല്ലേ തട്ടിപ്പുകാർ വരിക. അത് തിരിച്ചറിയാനല്ലേ ഇവിടെ ഇന്റലിജൻസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ചും സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളും ഉള്ളത്. അപ്പൊ പ്രാഥമികമായ ഗൃഹപാഠം ചെയ്യാതെ, പ്രാഥമികമായ അന്വേഷണം നടത്താതെ ഏതോ തട്ടിപ്പുകാരിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അവർ കാണാൻ സുന്ദരിയാണ്, അതാണോ ഇതിന്റെ മാനദണ്ഡം? എന്താ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഈ സന്ദീപ്, ഇവരിങ്ങനെ ഒരു വിവാദത്തിൽ പെടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവർക്കെതിരെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്തരം ഒരു നിഗമനത്തിലെത്തുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വ്ളോഗർ ആയിരുന്നു ഇവർ. അതൊരു വസ്തുതയാണ്. കാരണം ഇവർ വലിയ ഫെമിലിയർ ആണ്, ഇവരുടെ യൂട്യൂബ് ചാനലിൽ വലിയ റീച്ചുണ്ട്, വീഡിയോകൾ നന്നായി ഓടുന്നുണ്ട്. അപ്പോൾ അവരെ ഒരു സ്വാഭാവികമായും കേരളത്തിൻ്റെ ഒരു അംബാസിഡർ, കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിലും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും കൂടുതലായി എത്തിക്കുന്നതിന് വേണ്ടി ഇവരെ ഒരു ടൂളാക്കി, അല്ല ഇവരെ അതിന് സാധ്യതയായി മാറ്റി എന്ന് ചിന്തിച്ചു കൂടെ നമുക്കതിനെ? അങ്ങനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഈ ജ്യോതി മൽഹോത്രയേക്കാൾ ഫോളോവേഴ്സ് ഉള്ള ബ്ലോഗർമാർ ഇന്ത്യ മഹാരാജ്യത്തില്ലേ? ടെൻഡർ നടപടിയിൽ കൂടിയാണോ ജ്യോതി മൽഹോത്ര ഇവർ തിരഞ്ഞെടുത്തത്? എന്താ മാനദണ്ഡം? അതുകൊണ്ടല്ലോ ഞങ്ങൾ ചോദിച്ചത്. ജ്യോതി മൽഹോത്ര കാണാൻ സുന്ദരിയാണ്, യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ട്, ഇതാണോ ഒരു മാനദണ്ഡം? സംസ്ഥാന സർക്കാരിന്റെ ഒരു ഔദ്യോഗികമായ ഒരു കരാർ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാനദണ്ഡമായി മുഹമ്മദ് റിയാസ് ജ്യോതി മൽഹോത്രയിൽ കണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്നല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയേണ്ടത്? അവർക്ക് യൂട്യൂബിൽ ഫോളോവേഴ്സ് ഉണ്ട്, അവർ കാണാൻ സുന്ദരിയാണ്, ഈ രണ്ടെണ്ണം ആണോ ഞങ്ങൾ ഇതിന്റെ യോഗ്യതയായി കണക്കാക്കേണ്ടത്? അതോ സംസ്ഥാന സർക്കാരിന്റെ ഇത്തരം കരാറുകൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് ഒരു മാനദണ്ഡവുമില്ല, മുഹമ്മദ് റിയാസിന്റെ തന്നിഷ്ടമാണ് എന്നാണോ കേരളത്തിന്റെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണോ ഒരു പൊതുസമൂഹത്തിന്റെ കരാർ, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ കരാർ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള മാനദണ്ഡം അങ്ങനെയാണോ? അതാണോ കീഴ്വഴക്കം? അത് മാത്രം CPIM വിശദീകരിച്ചാൽ മതി. എന്ന് മാത്രമല്ല സന്ദീപ്, ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഇതൊരു വിവരാവകാശ രേഖയിലൂടെ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ വിവരം പുറത്തു വരുന്നത്. ഇവര് സ്പൈ ആണ് എന്ന രീതിയിൽ വാർത്തകൾ വന്നപ്പോഴൊന്നും സർക്കാർ ഞങ്ങളുടെ പരിപാടിക്ക് അവരെ ക്ഷണിച്ചിരുന്നു, അങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്ന കാര്യം സർക്കാർ തുറന്നു പറഞ്ഞിരുന്നില്ല. അല്ല, അത് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ CPIMന്റെ പ്രതിനിധികളോട് നമ്മൾ ചോദിച്ചത്. ഇതിനകത്ത് എന്താണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടി? എന്താ? വിവരാവകാശ നിയമപ്രകാരം വന്നു, മാധ്യമങ്ങളിൽ ഇത് വാർത്തയായപ്പോൾ ന്യായീകരണ ക്യാപ്സൂളുമായി രംഗത്ത് വന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വിഷയത്തിൽ എന്തായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നല്ലേ നമുക്കറിയേണ്ടത്? അത് വിശദീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? യെസ്, എന്തായാലും വളരെ നന്ദി സന്ദീപ്. എന്തായാലും ഇക്കാര്യത്തിൽ BJP അടക്കം ഇതിൽ സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള സ്പൈ അല്ലെങ്കിൽ ഇത്തരമൊരു പാകിസ്ഥാൻ ചാരപ്രവൃത്തി നടത്തിയ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നില്ല. പക്ഷേ ഇവരെയൊക്കെ തെരഞ്ഞെടുത്തതിൻ്റെ മാനദണ്ഡം എന്ത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. എങ്ങനെ ഇവരെ എത്തി, ഇവരെ എങ്ങനെ തിരഞ്ഞെടുത്തു, അതിന് എന്ത് മാനദണ്ഡമാണ്, എന്ത് ഘടകമാണ് ഉണ്ടായത് എന്ന ചോദ്യമാണ് ഉയർക്കുന്നത്. എന്തായാലും സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ടി വരുമെന്ന് കൂടി ഉറപ്പമാണ്. ജ്യോതി മൽഹോത്ര എങ്ങനെ കേരളത്തിൽ വന്നു, എങ്ങനെ സർക്കാരിൻ്റെ അതിഥിയായി എന്ന ചോദ്യം കൂടിയാണ് ഉയരേണ്ടത്. ഒരു വ്ളോഗർ എന്ന നിലയിൽ അവരുടെ സാധ്യത കേരളം ടൂറിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്ന വാദം ഉന്നയിക്കാമെങ്കിൽ കൂടിയും ഇവരെ തെരഞ്ഞെടുത്തത് എന്താണ് അതിൻ്റെ മാനദണ്ഡം, ഇത് സംബന്ധിച്ച് മറ്റാരൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും. അതിൽ സർക്കാർ വിശദീകരിക്കേണ്ടി വരും. അനിൽകുമാർ CPM നേതാവ് നമുക്കൊപ്പമുണ്ട്. ശ്രീ അനിൽകുമാർ, ജ്യോതി മൽഹോത്ര ഈ
ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം നമ്മൾ കണ്ടെത്തിയ പാകിസ്ഥാൻ ചാരപ്രവൃത്തി നടത്തി എന്ന് വിലയിരുത്തി അവർ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാൾ കേരളത്തിൽ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഇന്നലെ ടൂറിസം മന്ത്രി ഉത്തരം നൽകിയിരുന്നു. പക്ഷേ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെയൊക്കെ തെരഞ്ഞെടുത്തത്? അതിന് എന്ത് സർക്കാരിൻ്റെ പ്രൊസീജിയറാണ് ഉണ്ടായത്? എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത് എന്ന ചോദ്യത്തിൽ വിശദീകരണങ്ങൾ ഇനിയും വേണ്ടിവരും. BJP ഇത് വലിയ പ്രശ്നമായി ഉന്നയിക്കുന്നുണ്ട്. അല്ല, പഹൽഗാമില് ഈ വന്ന മനുഷ്യനെ കൊന്നിട്ട് പോയ ആളുകളെ ആരെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ചാരവൃത്തി നടത്തിയ ആളുകൾ ചാരവൃത്തി വളരെ രാജ്യദ്രോഹപരമാണ്. പക്ഷെ ഇന്ത്യക്കകത്ത് വന്ന് 34 ഇന്ത്യക്കാരനെ കൊന്നിട്ട് പോയ ആരുടെയെങ്കിലും പേരും BJP പറയട്ടെ. അതിനർത്ഥം എന്താണ്? കൊന്നവനെ വേണ്ട. ഇതല്ലേ BJP. പിന്നെ BJPയോട് ഞങ്ങളെന്നാ മറുപടി പറയാന്? അതുകൊണ്ട് അതവര് മറുപടി പറയുമ്പോൾ ഇതിന്റെ മറുപടി വേറെ പറയാം. അതായിരിക്കും BJPക്കുള്ള മറുപടി. ഓക്കെ, അത് പറയുമ്പോഴും ഇവരെ തെരഞ്ഞെടുത്ത BJPക്കുള്ള മറുപടി ഏതാണ്? യെസ്, അതെ. പക്ഷേ വരുന്നൊരു ചോദ്യം, ഈ എന്ത് മാനദണ്ഡമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ ഉണ്ടായത്? ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ. ഈ ബ്ലോഗർമാർ എന്ന് പറഞ്ഞാൽ അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. ധ്രുവ് റാഡി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഫോളോവേഴ്സ് കോടിക്കണക്കിനുണ്ട്. ധ്രുവ് റാഡി ഇപ്പോൾ ഒരാള് കേരളത്തിലെ ടൂറിസത്തെ കുറിച്ച് നന്നായിട്ട് പറയുകയാണെങ്കിൽ നാട് മുഴുവൻ കേൾക്കും. പിന്നീട് അത്തരം ഒരു വ്യക്തിയോ മറ്റേതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും തെറ്റായ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടാൽ അതിന് മുഴുവൻ കേരള സർക്കാർ ഉത്തരവാദിത്വം പറയണോ? കേരള ഉത്തരവാദിത്വം പറയണോ? കേരളത്തെ കുറിച്ച് ഒരു വ്ളോഗർ നന്നായിട്ട് പറഞ്ഞിട്ട് പോയി. നന്നായിട്ട് പറഞ്ഞിട്ട് പോയ ആളെ പിന്നീട് ചാരവൃത്തിക്ക് കണ്ടുകിട്ടി. അതെല്ലാം NIAയുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിൽ വസ്തുതകൾ ഇല്ല. അതാരും ഉന്നയിക്കുന്നു, ആ ഒരു ആരോപണം ആരും ഉന്നയിക്കുന്നത് പോലുമില്ല. കാരണം കേരളം ഒരു ചാരപ്രവൃത്തിക്ക് കൂട്ടുനിന്നു എന്നൊരു ആക്ഷേപം ആരും ഉന്നയിക്കുന്നില്ല. BJP പോലും അത് ഉന്നയിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു കാര്യമുള്ളത്, ഈ ജ്യോതി മൽഹോത്രയ്ക്കെതിരെ വലിയ ആക്ഷേപം ഉയർന്നപ്പോൾ സർക്കാരൊന്നും ഞങ്ങൾ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഒരു അബദ്ധം പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നു എന്ന കാര്യമൊന്നും അപ്പോൾ പറഞ്ഞില്ല. പിന്നീടൊരു വിവരാവകാശ രേഖയിലൂടെയാണ് ഇക്കാര്യം പുറത്തു വരുന്നത്. അപ്പോൾ കാരണം ഞങ്ങളുടെ പരിപാടിയിൽ സർക്കാരിന്റെ പരിപാടിയിൽ നിന്ന് അവരെ വിളിച്ചിട്ടില്ല. അവര് കേരളത്തിന്റെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് കേരളം എന്ന് പറയുന്നത് ലോകത്ത് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ മനുഷ്യന്മാർ നല്ലവരാണ്, ഇവിടുത്തെ പ്രകൃതി നല്ലതാണ്, ആരോഗ്യമുള്ളൊരു ജനതയാണ്. നിങ്ങൾ കേരളത്തിൽ വന്നാൽ ലോകത്തെ ഏറ്റവും മനോഹരമായ 50 സ്ഥലങ്ങളിൽ ഒന്നാണെന്ന് പറയുന്നത് വളരെ ശരിയാണ്. ഇതൊക്കെ അവർ അവരുടെ നവമാധ്യമങ്ങളിലൂടെ ലോകത്തോട് പറഞ്ഞു എന്നല്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. കേരളത്തില് സർക്കാരിന് വീഴ്ചയും പറ്റിയിട്ടില്ല. അനിൽകുമാർ, പക്ഷേ അതിനകത്തൊരു വിഷയം ഇതാണ്, ഇവർ വ്ളോഗിങ്ങിന്റെ ഭാഗമായി രാജ്യത്തുടനീളം നടത്തിയ യാത്രകളിൽ ഈ ചാരപ്രവൃത്തിക്ക് വേണ്ടിയുള്ള സാധ്യതയാക്കി മാറ്റി എന്നതാണ് അന്വേഷണ സംഘം. ഇത് ഞങ്ങളുടെ വിലയിരുത്തല്ല, അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും നീക്കങ്ങളും. അവർ കോടതിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. കേരളത്തിലടക്കം വന്നു പോയതുകൊണ്ട് ഏഴിമല നാവിക അക്കാദമിയിൽ ഇവർ നടത്തിയ സന്ദർശനമുണ്ട്. ഇങ്ങനെ പല സന്ദർശനങ്ങളും ഇത്തരം സാധ്യതയാക്കി മാറ്റിയോ എന്നതാണ്. അപ്പോൾ സർക്കാർ ക്ഷണിച്ചു കൊണ്ടുവന്ന പരിപാടിയെ സർക്കാർ അറിയാതെ ഒരു സാധ്യതയായി ഒരു ചാരപ്രവൃത്തിക്ക് ഇവർ ഉപയോഗിച്ചു എന്നൊരു വിലയിരുത്തൽ കൂടി ഒരു പക്ഷേ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടാവാം. അല്ല, അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ കൈമാറട്ടെ. ഇല്ലാത്തൊരു കാര്യത്തിന് നമ്മൾ എന്താ ഉത്തരം പറയും? ഏഴിമല നാവിക അക്കാദമിയിൽ അവർക്ക് കയറണമെന്നുണ്ടെങ്കിൽ നാവികസേന അനുവാദം കൊടുക്കാതെ കയറാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് ചാരവൃത്തി നടത്താൻ നാവികസേനയിൽ ആളുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? നമ്മളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായി കേരള സർക്കാരിന്റെ പെടലിക്ക് എന്തും വെക്കാം എന്ന തരത്തിൽ ആളുകൾ ചിന്തിക്കുന്ന മര്യാദയുള്ള കാര്യമല്ല. അതുകൊണ്ട് വരട്ടെ, വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളെ പരിശോധിക്കാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. വളരെ നന്ദി അനിൽകുമാർ. എന്തായാലും ഈ വിഷയത്തിൽ BJP വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ദേശീയ നേതാക്കൾക്കപ്പുറം സംസ്ഥാന BJP നേതാക്കൾ കൂടി ഈ വിഷയം ഏർക്കുന്നു. ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്നതിൻ്റെ രേഖകൾ മന്ത്രി മുഹമ്മദ് റിയാസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടില്ല. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയിരുന്നു. കാരണം കേരളത്തിലെ സംസ്ഥാന പോലീസും സ്പെഷ്യൽ ബ്രാഞ്ചും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. ഇവർ വന്നുപോയ ഇടങ്ങൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ഈ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടില്ല എന്നൊരു ആക്ഷേപം കൂടി BJP മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നു, രാഷ്ട്രീയ ആരോപണമായി മാറുന്നു എന്നതാണ് ജ്യോതി മൽഹോത്രയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ഉണ്ടാകുന്നത്. എന്തായാലും ജ്യോതി മൽഹോത്ര ദേശീയ തലത്തിൽ അന്വേഷണ ഏജൻസികളുടെ പ്രധാനപ്പെട്ട ചർച്ചയിലുള്ള ഒരു വിഷയമാണ്. കാരണം ഇതിൽ ജ്യോതി മൽഹോത്ര രാജ്യത്തുടനീളം നടത്തിയ നീക്കങ്ങൾ, ഇതിനുവേണ്ടി പാകിസ്ഥാൻ ചാരപ്രവൃത്തിക്ക് വേണ്ടി ഇവർ നടത്തിയ ഇടപാടുകളൊക്കെ സംശയകരമാണ്. അത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങളുണ്ട്. ഇവരോട് സഹായിച്ചവരാര്, ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കേരളത്തിലെ സന്ദർശന വിവരങ്ങൾ ഉൾപ്പെടുത്തി വിശദമായൊരു വ്ളോഗിംഗാണ് വിവിധയിടങ്ങളിൽ ഉൾപ്പെടുത്തി അവർ ചെയ്തിരിക്കുന്നത്. അതിനിടയിലാണ് ഇവരുടെ അറസ്റ്റും ഉണ്ടാകുന്നത്.